അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 50. ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യേ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യവും ഉണർത്തുക. ഒരു വാദത്തിൻ്റെ ഖണ്ഡനത്തിൽ അതിൻ്റെ മറുവശത്തിൻ്റെ സ്ഥാപനവും ഉൾപ്പെടുത്തുക. തിന്മയെ വിമർശിക്കുന്നതോടൊപ്പം നന്മയെ പ്രശംസിക്കുകയും ചെയ്യുക. രക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നതോടുകൂടി ശിക്ഷയെക്കുറിച്ച് പ്രത്യേകം താക്കീത് നൽകുക. പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നതിനിടയിൽ കൂടി ചരിത്ര ലക്ഷ്യങ്ങളും ചൂണ്ടിക്കാട്ടുക. സൃഷ്ടി മാഹാത്മ്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന മധ്യേ സ്രഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങളും നിരത്തിലാക്കുക മുതലായ പലതും ഖുർആൻ്റെ പതിവുകളാകുന്നു. അങ്ങനെ ശ്രദ്ധ കൊടുത്ത് വായന നടത്തുന്നവരുടെ ജിജ്ഞാസ മന്ദീഭവിക്കുവാൻ അനുവദിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുവാൻ അത് പ്രേരണ നൽകുന്നു. നിയമങ്ങൾ ഒരു ഭാഗത്ത്, ചരിത്രം മറുഭാഗത്ത്, ഉപദേശങ്ങൾ ഒരു വശത്ത്, ഖണ്ഡന മണ്ഡനങ്ങൾ വേറൊരു വശത്ത് എന്നിങ്ങനെ പ്രത്യേക പംക്തികളായിരുന്നു ഖുർആനെങ്കിൽ ആ ഗ്രന്ഥം 2 or 4 തവണ പാരായണം ചെയ്താൽ പിന്നീടത് ആവർത്തിക്കുവാൻ ആവേശം തോന്നുമായിരുന്നില്ല. വിഷയങ്ങൾ ആവർത്തിച്ചു പറയുന്നത് അതിൻ്റെ സാധാരണ പതിവാകുന്നു. കാർമ്മികമായ മതനിയമങ്ങൾ മാത്രം അങ്ങനെ ആവർത്തിക്കപ്പെടാറില്ല. ഓരോ ആവർത്തനത്തിലും മറ്റു സ്ഥലങ്ങളിലും കാണപ്പെടാത്ത നവീനതകളും പുതുമകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. വാചക ഘടനകളും അലങ്കാര പ്രയോഗങ്ങളും ഒന്നിനൊന്ന് മാറ്റുകൂട്ടിക്കൊണ്ടുമിരിക്കും. വിഷയത്തിനും സന്ദർഭത്തിനും അനുയോജ്യമായ രീതിയിൽ മുമ്പ് പ്രസ്താവിച്ചതിനു ഉപോത്ബലകമെന്നോണം അർത്ഥഗർഭങ്ങളായ ചില വാക്കുകൾ കൊണ്ട് ആയത്തുകൾ അവസാനിപ്പിക്കുന്നതും ഖുർആൻ്റെ പല പ്രത്യേകതകളിൽ ഒന്നാകുന്നു. മിക്കവാറും ആയത്തുകളുടെ അവസാനം പരിശോധിച്ചാൽ ഇത് കാണാവുന്നതാണ്.